ലെറ്റ് സ്റ്റഡി ടുഗദറിൻ്റെ 1000 ക്വസ്റ്റ്യൻസ് എക്സ്പ്ലനേഷൻ വീഡിയോസിലെ 8ാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 176ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പാച്ച് പോക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. പാച്ച് പോക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണ്? സ്ലിപ്പ് സ്റ്റിച്ചാണ് ആൻസറായിട്ട് വരുന്നത്. പാച്ച് പോക്കറ്റ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ സ്റ്റിച്ചുകൾ വളരെ കുറച്ച് മാത്രം കാണുന്ന അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇൻവിസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഹാൻഡ് സ്റ്റിച്ചാണ് ഈ സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. പാച്ച് പോക്കറ്റ് വസ്ത്രത്തിൽ കൈത്തുന്നൽ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഘടിപ്പിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഫിനിഷിംഗ് ജോലികളിൽ സ്ലിപ്പ് സ്റ്റിച്ചാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം ഇത് പുറത്ത് നിന്ന് വളരെ വൃത്തിയായും ഭംഗിയായിട്ടുമാണ് കാണപ്പെടുക. ഈ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ബാക്ക് സ്റ്റിച്ച്. ബാക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ള കൈത്തുന്നൽ സ്റ്റിച്ചാണ്. അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡ് സ്റ്റിച്ചാണ്. പാച്ച് പോക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതല്ല. ഹെം സ്റ്റിച്ച് എന്ന് പറയുന്നത് വസ്ത്രത്തിൻ്റെ താഴത്തെ അരിക് അല്ലെങ്കിൽ അറ്റം ഹെമ്മ് മടക്കി തുന്നാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ്. വിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത് 2 അരികുകൾ ചേർക്കാൻ അല്ലെങ്കിൽ ഫെൽറ്റിംഗ് ആപ്ലിക് പോലെയുള്ള ജോലികൾക്ക് ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ് ഈ വിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 177ാമത്തെ ക്വസ്റ്റ്യൻ. ആം ഹോൾ ആഴം മാർക്ക് ചെയ്യാൻ, ആം ഹോൾ ഡെപ്ത് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ആം ഹോളിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ ആഴം മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഫ്രഞ്ച് കേവ് ആണ്. ഫ്രഞ്ച് കേവ് എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള വളവുകൾ കൃത്യമായിട്ട് വരയ്ക്കാൻ, കേർവ്ഡ് ലൈൻസ് കൃത്യമായിട്ട് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഗാർമെന്റ് ഡ്രാഫ്റ്റിങ്ങിൽ ആം ഹോള്, നെക്ക് ലൈന്, സ്ലീവ് ക്യാപ്പ്, ഹിപ്പ് കേവ് തുടങ്ങിയ ഭാഗങ്ങൾ അല്ലെങ്കിൽ വളവുകൾ വരയ്ക്കാനായിട്ടാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആം ഹോൾ ഡെപ്ത് മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ വളഞ്ഞ ആം ഹോൾ രേഖ, ആം ഹോൾ ഡെപ്ത് ആദ്യം മാർക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആം ഹോളിൻ്റെ ആഴം മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ വളഞ്ഞ ആം ഹോൾ രേഖ കൃത്യമായി രൂപപ്പെടുത്താനാണ് നമ്മൾ ശരിക്കും ഫ്രഞ്ച് കേവ് ഉപയോഗിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ട്രേസിംഗ് വീൽ എന്ന് പറയുന്ന പാറ്റേണിലുള്ള മാർക്കിങ്ങിനെ തുണിയിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. എൽ സ്ക്വയർ എന്ന് പറയുന്നത് 90 ഡിഗ്രി കോണിലുള്ള സ്ട്രെയിറ്റ് രേഖകൾ അല്ലെങ്കിൽ നേരായ രേഖകൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ലെഗ് ഷേപ്പർ എന്ന് പറയുന്നത് പാൻറ്റിൻ്റെ ഇൻസീം, ഔട്ട്സീം, ലെഗ് ഷേപ്പ് തുടങ്ങിയ ഭാഗങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 178ാമത്തെ ക്വസ്റ്റ്യൻ. റോളർ ഉപയോഗിക്കുന്നത് ഏത് വസ്ത്രം ഇസ്തിരിയിടാൻ അല്ലെങ്കിൽ ഇസ്തിരിയാക്കാൻ മീൻസ് ഇസ്തിരിയിടാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. റോളർ ഉപയോഗിക്കുന്നത് ഏത് വസ്ത്രം ഇസ്തിരിയിടാനാണ്? വൂളൻ ഡ്രസ് വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വൂളൻ ഗാർമെന്റ്സ് അല്ലെങ്കിൽ വൂൾ ഫാബ്രിക് അല്ലെങ്കിൽ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റോളർ എന്ന് പറയുന്നത് പ്രസ്സിംഗ് സമയത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രസ്സിംഗ് എയ്ഡാണ്. പ്രസ്സിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു പ്രസ്സിംഗ് എയ്ഡാണ്. പ്രത്യേകിച്ച് വൂളൻ ഫാബ്രിക്സ് ഇസ്തിരിയാക്കിയ ശേഷം തുണിയുടെ സർഫേസിൽ അമർത്തി ഉരുട്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് റോളർ വൂളൻ ഫാബ്രിക് ഇസ്തിരിയാക്കിയ ശേഷം തുണിയുടെ ഉപരിതലത്തിൽ അമർത്തി ഉരുട്ടി ഉപയോഗിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത് വൂൾ നാപ്പ് സംരക്ഷിക്കുന്നു. വൂളിൽ നിന്ന് ഉണ്ടാകുന്ന ചെറിയ ഹെയർ പോലെ അല്ലെങ്കിൽ നാപ്പ് പോലെയുള്ളതിൽ അത് സംരക്ഷിക്കുന്നു. പ്രസ്സിംഗ് മൂലം ഉണ്ടാകുന്ന ഷൈൻനെസ്, ഇപ്പോൾ അതിനകത്തൊരു നമ്മൾ ചില സിന്തറ്റിക് ഫാബ്രിക് ഒക്കെ ഷൈൻ ചെയ്യുമ്പോൾ അയൺ ചെയ്യുമ്പോൾ അതിനകത്തൊരു തിളക്കം പോലൊരു സംഭവം വരാറില്ല, അതുപോലെ ഉള്ളൊരു ഷൈനിങ് ഇല്ലാതിരിക്കാൻ ഉപയോഗിക്കുന്നു. സീമുകൾ ഭംഗിയായി സെറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ഉപകരണമാണിത്. അതുപോലെ വസ്ത്രത്തിൻ്റെ യഥാർത്ഥ രൂപം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഉപകരണം കൂടിയാണ് ഈ റോളർ എന്ന് പറയുന്നത്. വൂൾ തുണികൾ നേരിട്ട് അമർത്തി ഇസ്തിരിയിടുന്നതിനേക്കാൾ സ്റ്റീം പ്രസ് ചെയ്ത ശേഷം റോളർ ഉപയോഗിക്കുന്നതാണ് മികച്ച ഫിനിഷിങ് നൽകാൻ സഹായിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള കോട്ടൺ സാധാരണ സ്റ്റീം അയൺ ഉപയോഗിച്ച് പ്രസ് ചെയ്യുന്നതാണ്. സിൽക്ക് എന്ന് പറയുന്നത് കുറഞ്ഞ ചൂടിലും പ്രസ് ക്ലോത്ത് ഉപയോഗിച്ചാണ് നമ്മൾ അയൺ ചെയ്യുന്നത്. പോളിയസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? സിന്തറ്റിക് ഫാബ്രിക്സ് ആയതിനാൽ കുറഞ്ഞ ചൂട് ഉപയോഗിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒന്നും റോളറിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 179. കാലിൻ്റെ അകത്തെ ഭാഗം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? കാലിൻ്റെ അകത്തെ ഭാഗം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലെഗ് ഷേപ്പർ എന്ന് പറയുന്നത് പാൻറ് ഡ്രാഫ്റ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് ഉപകരണമാണ്. ആക്ച്വലി പാൻറ്റിൻ്റെ ഇൻസീം, അകത്തെ രേഖ വരയ്ക്കാൻ, കൃത്യമായിട്ട് രൂപപ്പെടുത്താനും കൃത്യമായി മെഷർ ചെയ്ത് രൂപപ്പെടുത്താൻ, ഔട്ട് സീം, ലെഗിൻ്റെ കേർവ് ഭാഗങ്ങൾ ശരിയായ രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ, ട്രൗസറിൻ്റെ പാറ്റേൺ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ കൃത്യതയോടുകൂടി നമുക്ക് തയ്യാറാക്കാനും സഹായിക്കുന്ന ഒരു ഉപകരണമാണിത്. അതുകൊണ്ട് തന്നെ കാലിൻ്റെ അകത്തെ ഭാഗത്തിൻ്റെ രൂപവും അളവും ലെഗ് ഷേപ്പർ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നതും മെഷർ ചെയ്യുന്നതും അല്ല.
ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള മീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത് നീളമുള്ള നേരായ രേഖകൾ വരയ്ക്കാൻ, നീളമുള്ള ലോങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മീറ്റർ സ്കെയിൽ. മെഷറിംഗ് ടേപ്പ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ അളവുകൾ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. എൽ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രി കോണുകളിലുള്ള നേരായ രേഖകൾ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വരകൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 180. പിൻ ചിതറുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്ന ഉപകരണം ഏത്? പിൻ ചിതറുന്നത്, പിൻ സ്കാറ്റേർഡ് ആയി കിടക്കുന്നത് ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പിൻ കുഷ്യൻ അല്ലേ? പിൻ ചിതറുന്നത് ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പിൻ കുഷ്യൻ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് സമയത്ത് അല്ലെങ്കിൽ തയ്യൽ ജോലികളിൽ പിന്നുകൾ എന്താണ് സേഫായിട്ടും നമുക്ക് ഓർഡറിലും സൂക്ഷിക്കാനായിട്ട്, ഇപ്പം അവിടെ ഇവിടെയും ചെതറി കിടക്കാതെ ഈസി ആയിട്ട് എടുക്കാനും ഈസി ആയിട്ട് വെക്കാനും സൂക്ഷ്മതയോടെ വെക്കാനും സൗകര്യം ഒരുക്കുന്ന ഒരു ഉപകരണം തന്നെയാണ് ഇത്. ചെറിയൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുഷ്യനാണ്. തയ്യൽ ചെയ്യുമ്പോൾ പിൻസ് എവിടെയെങ്കിലും ചെതറി കിടന്ന് നമുക്ക് ഒരിടത്ത് സൂക്ഷിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. തിമ്പിൾ, കൈത്തുന്നൽ ചെയ്യുമ്പോൾ വിരലിനെ സൂചിയുടെ കുത്തലിൽ നിന്ന് സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തിമ്പിൾ, നമുക്ക് എല്ലാവർക്കും അറിയാം. ബോഡ്കിൻ എന്ന് പറയുന്ന എലാസ്റ്റിക് റിബൺ, കോഡ് മുതലായവ കേസിങ്ങിലൂടെ കടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. കേസിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, നേരത്തെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. കേസിങ്ങിലൂടെ എലാസ്റ്റിക് റിബൺ, കോഡ് മുതലായവ കടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ബോഡ്കിൻ. ഇനി നീഡിൽ ത്രെഡർ എന്ന് പറഞ്ഞാൽ ചെറിയ സൂചിയുടെ അയിലൂടെ നൂലെളുപ്പത്തിൽ കടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നീഡിൽ ത്രെഡർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 181. ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ച് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ച് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്താണ്? തുറന്ന അരികുകൾ സ്റ്റിച്ച് ചെയ്യാൻ, അരികുകൾ സ്റ്റിച്ച് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതായത് റോ എഡ്ജസ്, തുറന്ന അരികുകൾ എന്ന് പറഞ്ഞാൽ റോ എഡ്ജസ്. ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ച് എന്ന് പറയുന്നത് തുണിയുടെ കട്ട് ചെയ്തിട്ടുള്ള റോ എഡ്ജസിനെ കവർ ചെയ്ത് തുന്നുന്ന അല്ലെങ്കിൽ പൊതിഞ്ഞ് തുന്നുന്ന ഒരു ഹാൻഡ് ഫിനിഷിംഗ് സ്റ്റിച്ചാണ് ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് തുണിയുടെ അരികുകൾ നൂല് ഫ്രെയിങ് ആവാതെ, നൂല് ഊരി പോവാതിരിക്കാൻ തടയുന്നു. സീമിൻ്റെ ഡ്യൂറബിലിറ്റി വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ വസ്ത്രത്തിൻ്റെ ഉൾഭാഗത്ത് ഫിനിഷിങ് നൽകാനായിട്ടും സഹായിക്കുന്നു. ഇനി ഓവർലോക്ക് മെഷീൻ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഓവർകാസ്റ്റിംഗ് ഒരു മികച്ച കൈത്തുന്നൽ ഫിനിഷിംഗ് ആണ്, ഹാൻഡ് ഫിനിഷിംഗ് മെത്തേഡാണിത്. ഇനി അടുത്ത് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. കോളർ എഡ്ജ് സ്റ്റിച്ച് ചെയ്യാൻ, കോളറിൻ്റെ ഫിനിഷിംഗ് സാധാരണ ടോപ്പ് സ്റ്റിച്ച്, എഡ്ജ് സ്റ്റിച്ച് അല്ലെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ചൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഓവർകാസ്റ്റിംഗ് അല്ല. പാച്ച് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ പാച്ച് വർക്കിന് മറ്റ് അലങ്കാര സ്റ്റിച്ചുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ച് ഒരു ഡെക്കറേറ്റീവ് സ്റ്റിച്ചാണ്. ഇത് പ്രധാനമായിട്ടൊരു ഫങ്ഷണൽ ഫിനിഷിംഗ് സ്റ്റിച്ചായിട്ടാണ് നമ്മൾ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 182. ബ്ലാങ്കറ്റ് സ്റ്റിച്ചിനോട് സാമ്യമുള്ള സ്റ്റിച്ച് ഏതാണ്? ഓപ്ഷൻസിൽ ഹെറിംഗ് ബോൺ, ക്രോസ് സ്റ്റിച്ച്, ഷാഡോ സ്റ്റിച്ച്, ഫെദർ സ്റ്റിച്ച്. ഇതിനകത്ത് ഏതാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചിനോട് സാമ്യമായിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഫെദർ സ്റ്റിച്ച് എന്ന് പറയുന്ന ഒരു ഡെക്കറേറ്റീവ് എംബ്രോയ്ഡറി സ്റ്റിച്ചാണ്. ഇതിന് ബ്രാഞ്ചസ്, വള്ളികൾ, ഇലകൾ തുടങ്ങിയ ഡിസൈനുകൾ ചെയ്യാനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും അല്ലെങ്കിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സ്റ്റിച്ചിൻ്റെ രൂപം ബ്ലാങ്കറ്റ് സ്റ്റിച്ചിനോട് സാമ്യമുള്ളതാണ്. നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന രീതി ഒന്ന് ഓർത്താൽ നമുക്ക് മനസ്സിലാവും. രണ്ടിലും ലൂപ്പ് രൂപത്തിലുള്ള സ്റ്റിച്ചുകൾ ഉണ്ടാക്കിയാണ് നമ്മളിങ്ങനെ സൂചി ഇങ്ങനെ എടുത്തിട്ട് സൂചിയുടെ മേലെ കൂടെ ഒന്ന് ലൂപ്പ് പോലെ ഇട്ട് നമ്മൾ വലിച്ചെടുത്ത് വീണ്ടും ഇങ്ങനെ ലൂപ്പായിട്ട് സൂചിയുടെ മേലെ നമ്മളിങ്ങനെ ഇടണില്ലേ, ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് ഓർത്ത് നമുക്ക് മനസ്സിലാവും. ഹെറിംഗ് ബോണോ, ക്രോസ് സ്റ്റിച്ചോ, ഷാഡോ സ്റ്റിച്ചോ നമ്മൾ ആ രീതിയിലല്ല ചെയ്യുന്നത്. ഫെദർ സ്റ്റിച്ചാണ് നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നത്. ഇനി ഈ സ്റ്റിച്ചിൻ്റെ രൂപം ശരിക്കും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഓപ്ഷനിലുണ്ടെങ്കിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിനോട് സാമ്യമുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടിലും ലൂപ്പ് രൂപത്തിലുള്ള സ്റ്റിച്ച് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ സാമ്യം വരുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഹെറിംഗ് ബോൺ എന്ന് പറഞ്ഞാൽ ക്രോസ് രൂപത്തിൽ പോകുന്ന ഒരു ഡെക്കറേറ്റീവ് സ്റ്റിച്ച് തന്നെയാണ്. ക്രോസ് സ്റ്റിച്ച് എന്ന് പറയുന്നതും അതേപോലെ എക്സ് ആകൃതിയിലുള്ളൊരു സ്റ്റിച്ചാണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ക്യാൻവാസ് വർക്കിലും കൗണ്ടഡ് എംബ്രോയിഡറിയിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഷാഡോ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ തുണിയുടെ പിൻവശത്ത് ചെയ്ത് മുൻവശത്ത് നിഴൽ പോലെ കാണുന്ന തരം എംബ്രോയിഡറി സ്റ്റിച്ചാണ് ഷാഡോ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻസ് നോക്കാം.
അല്ല, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 183. സ്ലീവ്, പാൻറ് തുടങ്ങിയവ പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ ബോർഡ് ഏതാണ്? സ്ലീവ്, പാൻറ് തുടങ്ങിയവ പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ ബോർഡ് ഏത് എന്നാണ് ചോദ്യം. ഏതാണ് ഉത്തരം? സ്ലീവ് ബോർഡ് അല്ലേ. ഈ സ്ലീവ് ബോർഡ് എന്ന് പറയുന്നത് ഇടുങ്ങിയതും അതുപോലെ തന്നെ നീളം കൂടിയതുമായ ഒരു ചെറിയ പ്രസ്സിംഗ് ബോർഡാണ്. ഇടുങ്ങിയത്, നാരോ ആയിട്ടുള്ള, ലെങ്തി ആയിട്ടുള്ള ഒരു പ്രസ്സിംഗ് ബോർഡാണ്. സാധാരണ അയേണിംഗ് ബോർഡിൽ പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ എളുപ്പത്തിൽ പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു ബോർഡാണിത്. ഇങ്ങനെ തിന്നായിട്ടുള്ള സ്ലീവ്, പാൻറ് പോലെയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ കുഴൽ പോലെ നമുക്ക് അതിനകത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ട് അയൺ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും. നാരോ ആയിട്ടുള്ള ഇങ്ങനത്തെ കുഴൽ പോലെയുള്ള ഭാഗങ്ങൾ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും. അതുപോലെ തന്നെ ഷർട്ടിൻ്റെ, ബ്ലൗസിൻ്റെ സ്ലീവ് പ്രസ് ചെയ്യാൻ, പാൻറ്റിൻ്റെ കാലുകൾ പ്രസ് ചെയ്യാൻ, ചെറിയതും ഇടുങ്ങിയതുമായ ഭാഗങ്ങൾ ചുളിവില്ലാതെ പ്രസ് ചെയ്യാനൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് തുണിയുടെ മറ്റേ വശത്ത്, അതായത് മറുവശത്ത് അനാവശ്യ മടക്കുകൾ ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ക്ലോത്ത് നമ്മളിപ്പോൾ ഷർട്ടിൻ്റെ ഒക്കെ ബാക്ക് ഭാഗം അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗം നമ്മൾ ചെയ്യുമ്പോൾ അത് ഒറ്റ ലെയറായി വെച്ച് നമുക്ക് തേക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അയൺ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇങ്ങനെ കുഴൽ പോലെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഒരു ഭാഗം തേക്കുമ്പോഴത്തേക്ക് അടിഭാഗം അതിൻ്റെ അടിയിൽ ചുളിവ് വരാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വരാതെ ഇതിങ്ങനെ ഹോളുമായിട്ട് അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് അയൺ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ളത് ഇലക്ട്രിക് പ്രസ്. ഇലക്ട്രിക് പ്രസ് എന്ന് പറയുന്നത് ഒരു ഇസ്തിരിപ്പെട്ടി തന്നെയാണ്. ചെറിയ ഇടുങ്ങിയ ഭാഗങ്ങൾക്ക് അങ്ങനെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ളതല്ല. ഇനി പ്രസ് ക്ലോത്ത് എന്ന് പറയുന്നത് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഭയങ്കര നേർത്ത ഫാബ്രിക്കുകൾ അയൺ ചെയ്യുന്ന സമയത്ത് ഉരുകി പോവാതിരിക്കാൻ നമുക്ക് പ്രൊട്ടക്ഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു തുണിയുടെ, നമ്മൾ നോർമൽ തുണിയുടെ മേലെ വിരിക്കുന്ന ഒരു തുണിയാണ് ഈ പ്രസ് ക്ലോത്ത് എന്ന് പറയുന്നത്. ഇനി പ്രസ്സിങ് ടേബിൾ എന്ന് പറയുന്നത് വലിയ വസ്ത്രങ്ങൾ പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ടേബിളാണ്. സ്ലീവ്സ് പോലെയുള്ള ഇടുങ്ങിയ ഭാഗങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതല്ല. ഇനി ബാക്കി അടുത്ത ക്വസ്റ്റ്യൻ 184. ഇഞ്ച് ടേപ്പിൻ്റെ, അതായത് മെഷറിംഗ് ടേപ്പിൻ്റെ സാധാരണ നീളം എത്ര? ഇഞ്ച് ടേപ്പിൻ്റെ, മെഷറിംഗ് ടേപ്പിൻ്റെ സാധാരണ നീളം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ് ഈ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് 60 ഇഞ്ചാണ് അല്ലേ. മെഷറിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ അളവുകൾ എടുക്കാൻ നമുക്ക് പറ്റുന്നത്. അതായത് ശരീരത്തിൻ്റെ അളവുകൾ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപകരണം തന്നെയാണ് മെഷറിംഗ് ടേപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സാധാരണ നീളം എന്ന് പറയുന്നത് 60 ഇഞ്ചാണ്, അല്ലെങ്കിൽ 150 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് പറയാം. ടേപ്പിൻ്റെ ഒരു വശത്ത് ഇഞ്ചും മറുവശത്ത് സെൻറ്റിമീറ്റർ അളവുമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ബാക്കിയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് 40, 90, 120 എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. 40, 90, 120 എന്ന് പറയുന്നതൊന്നും നമ്മൾക്ക് മെഷറിംഗ് ടേപ്പിൻ്റെ മെഷർമെൻ്റ് അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രസ്സിങ്ങിനിടെ തുണി നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പ്രസ്സിങ്ങിനിടെ തുണി നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്പോഞ്ചാണ്. സ്പോഞ്ച് എന്ന് പറയുന്നത് പ്രസ്സിങ് സമയത്ത് തുണി ചെറുതായി ഒന്ന് നനയ്ക്കാൻ, ഇങ്ങനെ ഡാമ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഡാമ്പ് ചെയ്തിട്ട് നമുക്ക് ഡാമ്പൻ ദ ഫാബ്രിക് ഉപയോഗിക്കുന്ന രീതിയാണ് ഇത് ഈ സ്പോഞ്ച് കൊണ്ട് ചെയ്യുന്നത്. തുണിയിൽ വരുന്ന, അതായത് തുണി ചെറിയ തോതിൽ നനഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ചുളിവുകൾ എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ പ്രസ്സിങ് കൂടുതൽ ഈസി ആയിരിക്കും, പെട്ടെന്ന് നമുക്ക് നിമർത്താനായിട്ട് പറ്റും ചുളിവുകൾ. തുണിക്ക് നല്ല ഫിനിഷിങ് നൽകും. അതുപോലെ തന്നെ കോട്ടൺ, ലിനൻ പോലുള്ള തുണികൾ നന്നായി പ്രസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മൾ ഡാമ്പിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തുണി നനയ്ക്കുന്ന സമയത്ത് നമുക്ക് സാധിക്കും. ഈ ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ബ്രഷ് എന്ന് പറയുന്നത് തുണിയിലെ പൊടി, നൂൽ കഷ്ണം അങ്ങനെയൊക്കെ നമുക്ക് ജസ്റ്റ് തട്ടിവിടാനായിട്ട് സഹായിക്കും. വാട്ടർ കപ്പ് എന്ന് പറയുന്നത് വെള്ളം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ്. റോളർ എന്ന് പറയുന്നത് എന്താണ്? വൂളൻ ഫാബ്രിക്സ് പ്രസ് ചെയ്ത ശേഷം ഫിനിഷിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു പ്രസ്സിങ് എയ്ഡാണ് റോളർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 186. കസൂത്തി എംബ്രോയിഡറി പ്രശസ്തമായ സംസ്ഥാനം ഏത്? കസൂത്തി എംബ്രോയിഡറി ഏത് സംസ്ഥാനത്താണ് പ്രശസ്തമായിട്ടുള്ളത്? കർണാടകയിലെ കസൂട്ടി എംബ്രോയിഡറി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ പരമ്പരാഗത ഹാൻഡ് എംബ്രോയിഡറികളിൽ ഒന്നാണ്. ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് കർണാടക സംസ്ഥാനത്തിലാണ്. ഈ കസൂട്ടി എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ കൈ പ്ലസ് സൂട്ടി എന്ന് പറഞ്ഞാൽ പരുത്തി നൂൽ. കൈ എന്ന് പറഞ്ഞ് ഉള്ളത് കൈയും, അതുപോലെ സൂത്തി എന്ന് പറയുന്നത് പരുത്തി നൂലും എന്ന അർത്ഥമാണ്. കന്നഡ വാക്കുകളിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: കൈകൊണ്ട് പരുത്തി നൂൽ ഉപയോഗിച്ച് ചെയ്യുന്ന എംബ്രോയിഡറി എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്നാണ് പറയപ്പെടുന്നത്. ഇനി കസൂട്ടി എംബ്രോയിഡറിയുടെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് മുൻവശവും പിൻവശവും ഏകദേശം ഒരേപോലെ വൃത്തിയായി കാണപ്പെടുന്ന റിവേഴ്സിബിൾ എഫക്റ്റ് ഉള്ള ഒരു എംബ്രോയിഡറിയാണ് കസൂട്ടി എംബ്രോയിഡറി എന്ന് പറയുന്നത്. മെയിനായിട്ട് ക്ഷേത്രങ്ങൾ, രഥങ്ങൾ, പൂക്കൾ, പക്ഷികൾ തുടങ്ങിയ രൂപങ്ങളൊക്കെയാണ് ഇതിൽ മോട്ടീഫായിട്ട് വരുന്നത്.
അതുപോലെ തന്നെ ഇക്കൽ സാരികൾ, ബ്ലൗസുകൾ, ദുപ്പട്ടകൾ എന്നിവയിലൊക്കെ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇൽക്കൽ സാരികൾ, ബ്ലൗസുകൾ, ദുപ്പട്ടകൾ എന്നിവയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള പഞ്ചാബിലെ പ്രശസ്തമായ എംബ്രോയിഡറി ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പഞ്ചാബിലെ പ്രശസ്തമായ എംബ്രോയിഡറി ഫുൽക്കാരിയാണ്. ഗുജറാത്തിലെ എന്താണ്? കച്ച് എംബ്രോയിഡറി, മിറർ വർക്ക് എന്നിവയ്ക്കാണ് ഗുജറാത്ത് പ്രശസ്തമായിട്ടുള്ളത്. കാശ്മീർ എന്ന് പറയുന്നത് കഷീദ എംബ്രോയിഡറിക്കാണ് പ്രശസ്തമായിട്ടുള്ളത്. അപ്പോൾ കസൂത്തി എംബ്രോയിഡറി എവിടെയാണ്? കർണാടകയിലാണ് കസൂത്തി എംബ്രോയിഡറി. അടുത്ത ക്വസ്റ്റ്യൻ 187. ഈവൻ ബാസ്റ്റിംഗ് സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൂചി ഏത്? ഈവൻ ബാസ്റ്റിംഗ് സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൂചി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. തിൻ പോയിന്റഡ് ആയിട്ടുള്ള തിൻ പോയിന്റ് സൂചിയാണ് ഉപയോഗിക്കുന്നത്. ഈവൻ ബാസ്റ്റിംഗ് എന്ന് പറയുന്നത് തുല്യ നീളത്തിലുള്ള താൽക്കാലിക കൈത്തുന്നൽ, അല്ലെങ്കിൽ ഈവൻ ആയിട്ടുള്ള അളവിൽ, ഈവൻ ആയിട്ടുള്ള ലെങ്ത്തിലുള്ള ടെമ്പററി ഹാൻഡ് സ്റ്റിച്ച് ആണല്ലേ എന്ത് ഈവൻ ബാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ തയ്യലിന് മുമ്പ് 2 തുണിക്കഷ്ണങ്ങൾ ശരിയായ സ്ഥാനത്ത് പിടിച്ചു നിർത്താനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഈ സ്റ്റിച്ച് ചെയ്യാൻ സാധാരണയായിട്ട് തിൻ പോയിന്റ് നീഡിൽ, അതുപോലെ തന്നെ മൂർച്ചയുള്ള നേർത്ത സൂചിയാണ് ആവശ്യം. നമ്മളിങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ ഒരേ അളവിൽ ഇങ്ങനെ കുത്തിയിറക്കി നമുക്ക് ആ സ്റ്റിച്ച് ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ വേണം? തിൻ പോയിന്റ് ആയിട്ടുള്ള സൂചിയാണ് ആവശ്യമായിട്ടുള്ളത്. തുണിയിൽ എളുപ്പത്തിൽ കടന്നു പോകും, തുണിക്ക് കേടുപാടുകൾ കുറയും. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരേ നീളത്തിലുള്ള എളുപ്പത്തിൽ സ്റ്റിച്ചുകൾ നമുക്ക് ഇങ്ങനത്തെ സൂചി ഉപയോഗിച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? റൗണ്ട് പോയിന്റ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് നിറ്റഡ് ഫാബ്രിക്സിൽ ഉപയോഗിക്കുന്ന സൂചികളുടെ അറ്റമാണ് റൗണ്ട് പോയിന്റ് ആയിരിക്കുക. ബാസ്റ്റിങ്ങിന് സാധാരണ നമ്മളിത് സെലക്ട് ചെയ്യാറില്ല. തിക്ക് പോയിന്റ് എന്ന് പറയുന്നത് കട്ടിയുള്ള തുണികൾക്കോ അതുപോലെ പ്രത്യേക ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്ന സൂചി ആണ്. ഇനി ബോൾ പോയിന്റ് എന്ന് പറയുന്നത് ജേഴ്സി, നിറ്റഡ് ഫാബ്രിക്സ് പോലെയുള്ള സ്ട്രെച്ച്ഡ് ഫാബ്രിക്സ് അല്ലെങ്കിൽ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക്സിന് ഉപയോഗിക്കുന്ന നീഡിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ എത്രയാണ്? 188. പല ലെയർ ഫാബ്രിക്കുകൾക്ക് ഉപയോഗിക്കുന്ന ബാസ്റ്റിംഗ് ഏതാണ്? പല ലെയർ ഫാബ്രിക്കുകൾക്ക് ഉപയോഗിക്കുന്ന ബാസ്റ്റിംഗ് ഏതാണ്? ഒരുപാട് ലെയർ ഫാബ്രിക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെമ്പററി സ്റ്റിച്ച് അല്ലെങ്കിൽ ബാസ്റ്റിംഗ് ഏതാണ്? ഡയഗണൽ ബാസ്റ്റിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്, കാരണം വീഡിയോയ്ക്ക് ഒത്തിരി നീളമാവണ്ടെന്ന് ഓർത്തിട്ടാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. മനസ്സിലാവേണ്ടതെന്ന് കരുതുന്നു. ഡയഗണൽ ബാസ്റ്റിംഗ് എന്ന് പറയുന്നത് ചെരിഞ്ഞ രീതിയിൽ ചെയ്യുന്ന ഒരു താൽക്കാലിക കൈത്തുന്നലാണ് അല്ലെ. ഡയഗണലായിട്ട് ചെരിഞ്ഞ രീതിയിൽ തുന്നുന്ന ഒരു ടെമ്പററി സ്റ്റിച്ചാണ് ഡയഗണൽ ബാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് ഒന്നിലധികം ലെയറുകളുള്ള തുണികൾ, മൾട്ടിപ്പിൾ ലെയർ ഓഫ് ഫാബ്രിക് നമ്മൾ തയ്യൽ ചെയ്യുന്നതിന് മുന്നേ ഒരുമിച്ച് പിടിച്ചു നിർത്താൻ, അതായത് പെർമനൻ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ് ഇത്. എക്സാമ്പിൾ കോളർ, ഫേസിങ്, ഇൻ്റർലൈനിങ് ഘടിപ്പിച്ച ഭാഗങ്ങൾ, കോട്ട് ജാക്കറ്റ് പോലുള്ള കട്ടിയുള്ള വസ്ത്രങ്ങൾ. ഇത് ഉപയോഗിക്കുമ്പോൾ തുണി വഴുതി പോവാതെ ഒരേ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ നമുക്ക് തയ്യൽ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ്, ഈവൻ ബാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരേ നീളത്തിലുള്ള താൽക്കാലിക സ്റ്റിച്ചാണ്. സാധാരണ ഇത് ജോയിനിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. അൺഈവൻ ബാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു വശത്ത് ചെറിയ സ്റ്റിച്ചും അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ളതാണ്. ഇതും നമ്മൾ സാധാരണ ഫിറ്റിങ്ങിനാണ് അല്ലെങ്കിൽ സാധാരണ ജോയിനിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. പാഡിംഗ് സ്റ്റിച്ച് എന്ന് പറയുന്നത് എന്താണ്? ലേപ്പൽ, കോളർ എന്നിവയ്ക്ക് നമ്മൾ രൂപവും ഉറപ്പും നൽകാൻ ഉപയോഗിക്കുന്ന എന്താണ്? സ്ഥിരമായ ഒരു ഹാൻഡ് സ്റ്റിച്ച് ആയിട്ടാണ് നമ്മളിത് പറയുന്നത്. ഇതൊരു ബാസ്റ്റിംഗ് സ്റ്റിച്ച് അല്ല. ഇനി 189ാമത്തെ ക്വസ്റ്റ്യൻ. ചിക്കൻ കാരി വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൂലിൻ്റെ നിറം ഏത്? ചിക്കൻ കാരി വർക്ക് നമ്മൾ ട്രഡീഷണലി പറയുമ്പോൾ നമ്മൾ എന്താണ്? വെള്ള തുണിയിൽ വെള്ള നൂലിട്ട് ചെയ്യുന്നൊരു എംബ്രോയിഡറി ആയിട്ടാണ് പറയുക അല്ലേ. അപ്പോൾ എന്താണ്? വെള്ളയാണ് ഉത്തരം. ചിക്കൻ കാരി ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ട്രഡീഷണൽ വെളുത്ത നൂൽ എംബ്രോയിഡറി, വൈറ്റ് ഓൺ വൈറ്റ് അല്ലെ, വൈറ്റ് ക്ലോത്തിൽ വൈറ്റ് നൂലിട്ടിട്ട് വൈറ്റ് ഓൺ വൈറ്റ് എംബ്രോയിഡറിയാണ്. ഇത് പ്രധാനമായിട്ട് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് റിലേറ്റഡ് ആയിട്ടുള്ള, ഉത്തർപ്രദേശിൽ ലക്നൌവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രശസ്തമായൊരു കലാരൂപമാണിത്. വെളുത്ത തുണിയിൽ വെളുത്ത നൂല് ഉപയോഗിച്ചാണ് ചിക്കൻ കാരി ചെയ്യുന്നത്. അതുപോലെ പൂക്കൾ, ഇലകൾ, വള്ളികൾ, ജാലി വർക്ക് തുടങ്ങിയ മനോഹരമായ മോട്ടീഫുകളാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കുർത്ത, സാരി, ദുപ്പട്ട, ഡ്രസ് മെറ്റീരിയൽസ് എന്നിവയിലൊക്കെ നമുക്കിത് കൂടുതലായിട്ട് അല്ലെങ്കിൽ വ്യാപകമായിട്ട് നമുക്ക് കാണാം. ഇന്നത്തെയൊക്കെ ഫാഷനിൽ പല നിറങ്ങളിലുള്ള ചിക്കൻ കാരി ലഭിക്കുന്നുണ്ടെങ്കിലും പരമ്പരാഗതമായിട്ടുള്ള ചിക്കൻ കാരി എന്ന് പറയുന്നത് വെളുത്ത നൂല് ഉപയോഗിച്ചുള്ള എംബ്രോയിഡറി ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? റെഡ്, ബ്രൗൺ, ബ്ലാക്ക്. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോഴൊക്കെ നമുക്ക് ചിക്കൻ കാരി കുർത്തീസും സാരീസൊക്കെ കിട്ടുന്നതിലൊക്കെ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ളത് കാണാം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ട്രഡീഷണലി എന്ന് പറയുമ്പോൾ വൈറ്റ് ഓൺ വൈറ്റ് ആണ് ഇത് വരുന്നത്. 190ാമത്തെ ക്വസ്റ്റ്യൻ. പൂവും ഇലകളും കാണിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പൂവും ഇലകളും
ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണ്? പൂവും ഇലകളും കാണിക്കാൻ അല്ലെങ്കിൽ തുന്നാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണ്? പൂവിനെയും ഇലനെയും നമ്മൾ ഷോ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണ്? ലേസി ഡേസി. ലേസി ഡേസി സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു ഡെക്കറേറ്റീവ് എംബ്രോയിഡറി സ്റ്റിച്ചാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിറ്റാച്ച്ഡ് ചെയിൻ സ്റ്റിച്ച് എന്നാണ് ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര്. എന്താണ് ലേസി ഡേസിനെ വിളിക്കുന്ന പേരെന്താണ്? മറ്റൊരു പേര് ഡിറ്റാച്ച്ഡ് ചെയിൻ സ്റ്റിച്ച്. ഈ സ്റ്റിച്ചിൻ്റെ ഓരോ ലൂപ്പും ഒരു പുഷ്പത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പൂവിൻ്റെ പെറ്റലായിട്ട് അല്ലെങ്കിൽ ഒരു ഇലയുടെ ഒരു പെർട്ടിക്കുലർ ഇലയായിട്ട് അങ്ങനെ അത് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് തന്നെയാണ്, പക്ഷെ നമ്മൾ സിംഗിൾ ആയിട്ടാണ് ചെയ്യുന്നത്. അതിനെ ലോക്ക് ചെയ്ത് സിംഗിൾ ആയിട്ട്. അപ്പോൾ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്ന ഒരു പൂവിൻ്റെ ഒരു ഇതള് അല്ലെങ്കിൽ ഒരു ഇല, അങ്ങനെയാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ട് ഈ പൂക്കളും ഇലകളൊക്കെ നിർമ്മിക്കാൻ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ച് തന്നെയാണിത്. ചെറിയ പൂക്കൾ, ചെറിയ ഇലകൾ, വള്ളികളിൽ കുഞ്ഞു ഇലകൾ, അതൊക്കെ നമ്മൾ കുട്ടികളുടെ വസ്ത്രങ്ങളിലോ കുർത്തികളിലോ ടേബിൾ ക്ലോത്തിലോ അതുപോലെ ഹാൻഡ് കർച്ചീഫുകളിലൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നൊരു ഡെക്കറേറ്റീവ് എംബ്രോയിഡറിയാണ് ഇത്. ഇത് ചെയ്യാൻ വളരെ എളുപ്പമുള്ളതാണ്. അതുപോലെ തന്നെ ബിഗിനേഴ്സിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിച്ചുകളിലൊന്നാണ് ഇത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് എന്താണ്? തണ്ടുകൾ, സ്റ്റെം അല്ലെങ്കിൽ ഔട്ട്ലൈൻ, ബോർഡറുകൾ എന്നിവയ്ക്കൊക്കെ കൂടുതലായി ഉപയോഗിക്കുന്ന സ്റ്റിച്ച് തന്നെയാണ്. അതുപോലെ തന്നെ റണ്ണിങ്, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയിൻ ആണല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ലൈൻ പോലെ വരുന്നൊരു സ്റ്റിച്ചാണ്. ഇനി റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഹാൻഡ് സ്റ്റിച്ച് ആണല്ലേ. ഇതും ഡെക്കറേറ്റീവ് പർപ്പസിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്ലൈൻ. അതുപോലെ നമ്മൾ അക്ഷരങ്ങളൊക്കെ ചെയ്യില്ലേ, അക്ഷരങ്ങളിൽ അതുപോലെ നമ്പേഴ്സ് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്, സ്ട്രെയിറ്റ് ലൈൻസ് ചെയ്യുന്ന സമയത്ത്, ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ പറയുന്ന 3 സ്റ്റിച്ചും എന്താണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ്, ഡിറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതല്ല. അടുത്ത ക്വസ്റ്റ്യൻ 191. ഷാഡോ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏത്? ഷാഡോ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആണല്ലേ, ഹെറിംഗ് ബോൺ എന്ന് പറയുന്നത്. ഷാഡോ വർക്ക് എന്ന് പറയുന്നത് വളരെ നേർത്തതോ അല്ലെങ്കിൽ സുതാര്യമായതോ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള തുണിയുടെ പിൻവശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മുൻവശത്ത് അതിൻ്റെ ഷാഡോ പോലെ നിഴല് പോലെ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു എംബ്രോയിഡറിയാണ് ഈ ഷാഡോ വർക്ക് എന്ന് പറയുന്നത്. ഈ ഷാഡോ എഫക്റ്റ് ലഭിക്കാൻ നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്ന സ്റ്റിച്ച് എന്താണ്? ഹെറിംഗ് ബോൺ. അപ്പം അതിൻ്റെ ബാക്കിൽ ഹെറിംഗ് ബോൺ ഇൻറ്റു പോലെ ചെയ്യും. നമുക്ക് ഫ്രണ്ടിൽ അത് ഇങ്ങനെ അതിൻ്റെ ഔട്ട്ലൈൻ മാത്രമായിട്ട് കണ്ടിട്ട് ഈ ഇൻറ്റുവിൻ്റെ ഷാഡോ നമുക്ക് ഫ്രണ്ടിൽ കാണും അല്ലേ. അതുപോലെ ഷാഡോ എഫക്റ്റ് ലഭിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതും നമ്മൾ കുട്ടികളുടെ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ ബ്ലൗസുകൾ അങ്ങനെ വെറൈറ്റി വസ്ത്രങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ അരികുകളൊക്കെ ഉറപ്പിക്കാൻ പറ്റും. അത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഡെക്കറേറ്റീവ് പർപ്പസിന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്ന ഔട്ട്ലൈൻ അക്ഷരങ്ങൾ അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻസ് ചെയ്യാനായിട്ട് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ചെയിൻ സ്റ്റിച്ച് ആണെങ്കിലും ഇതുപോലെ തന്നെ സ്റ്റെമ്മ് ചെയ്യാൻ, ബോർഡറുകൾ ചെയ്യാൻ, ഔട്ട്ലൈൻ ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 192. എംബ്രോയിഡറിയിൽ ഉപയോഗിക്കുന്ന കത്തി മീൻസ് സിസേഴ്സ് അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്നാണ് കേട്ടോ. ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ട്രിമ്മിങ് സിസേഴ്സ്, പിങ്കിങ് ഷിയർ, സിസേഴ്സ് ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻസിൽ നോക്കാം. ട്രിമ്മിങ് സിസേഴ്സ് അല്ലെ, ട്രിമ്മിങ് സിസേഴ്സ് ആണ് എംബ്രോയിഡറി ജോലികൾക്കായി പ്രത്യേകം ഉപയോഗിക്കുന്ന ചെറിയ മൂർച്ചയുള്ളതുമായിട്ടുള്ള ഒരു കത്രിക അല്ലെങ്കിൽ ഒരു ഉപകരണം, കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത്. അതായത് എക്സ്ട്രാ വരുന്ന നൂലുകൾ, ലൂസ് ത്രെഡ്സ് മുറിക്കാൻ, എംബ്രോയിഡറി പൂർത്തിയായ ശേഷം വൃത്തിയായി ഫിനിഷ് ചെയ്യാൻ, ചെറിയ ഭാഗങ്ങൾ നല്ല കൃത്യതയോടെ നമുക്ക് മുറിക്കാനായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം. ചെറിയ ബ്ലേഡുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഡിസൈന് കേടുപാടുകൾ പറ്റാതെ നമുക്ക് നൂല് മുറിക്കാനായിട്ടിത് വളരെ ഉപകാരമാണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള പിങ്കിങ് ഷിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? തുണിയുടെ അരികുകൾ നമ്മൾ സിക്സാക് രൂപത്തിൽ മുറിച്ചിട്ട് തുണി ഊരിപ്പോകുന്ന അല്ലെങ്കിൽ ഫ്രെയിം തടയാനായിട്ട് ഉപയോഗിക്കുന്നൊരു കത്രികയാണ്, അല്ലാതെ എംബ്രോയിഡറിക്ക് ഉപയോഗിക്കുന്നതല്ല. സിസേഴ്സ് എന്ന് പറയുന്നത് പൊതുവായിട്ടൊരു പേരാണ്, നമ്മൾ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. ജനറലായിട്ട് ഒരു കത്രിക അല്ലെങ്കിൽ കത്രികേനെ പറയുന്ന പേരാണ്. നമ്മൾ പെർട്ടിക്കുലറായിട്ട് ഇന്നതിന് എന്ന് നമ്മൾ പറയുന്നില്ല. ഇനി ഒന്നുമല്ല, ലാസ്റ്റ് ഓപ്ഷൻ ഒന്നുമല്ല. ഇനി ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എംബ്രോയിഡറി സിസേഴ്സ് എന്ന പേരിലും നമ്മൾക്ക് എന്താണ് ഈ ട്രിമ്മിങ് സിസേഴ്സിന് നമ്മൾ ചില പുസ്തകങ്ങളിൽ കാണാറുണ്ട്. ഇനി ഓപ്ഷൻസിൽ ഇനി എംബ്രോയിഡറി സിസേഴ്സ്, ഇതിനകത്ത് ട്രിമ്മിങ് സിസേഴ്സ് വന്നു, അതുകൊണ്ട് അതാണ് ആൻസറായിട്ട് എഴുതിയത്. എംബ്രോയിഡറി സിസേഴ്സ് എന്ന പേരിലും നമുക്ക് ചില സിലബസിൽ നമുക്ക് ഇതിൻ്റെ പേര് കാണാനായിട്ട് സാധിക്കാറുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 193. പേപ്പർ പാറ്റേണിൽ നിന്നും മാർക്കിംഗ് മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? പേപ്പർ പാറ്റേണിൽ നിന്നും മാർക്കിംഗ് മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം നമ്മൾ മുന്നേ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്
വരുന്നത്. ക്വസ്റ്റ്യനിലാണോ ഓപ്ഷനിലാണോ എന്നറിയില്ല, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ട്രേസിംഗ് വീൽ അല്ലേ? ട്രേസിംഗ് വീൽ എന്ന് പറയുന്നത് പേപ്പർ പാറ്റേണിലുള്ള മാർക്കിങ്ങുകൾ തുണിയിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൈലറിംഗ് ടൂളാണ് ഈ ട്രേസിംഗ് വീൽ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഡ്രസ് മേക്കേഴ്സ് കാർബൺ പേപ്പറിനൊപ്പമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഡാർട്ട് ലൈൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ, പ്ലീറ്റിൻ്റെ മാർക്കിങ്സ് മാറ്റാൻ, സീം ലൈൻസ് മാർക്ക് ചെയ്യാൻ, ബട്ടൺ ഹോൾ പൊസിഷൻ മാർക്ക് ചെയ്യാൻ, പോക്കറ്റ് പ്ലേസ്മെൻറ്റ് മാർക്ക് ചെയ്യാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ഫ്രഞ്ച് കേർവ് എന്താണ്? വളഞ്ഞ ഭാഗങ്ങളൊക്കെ വരയ്ക്കാനാണ് അല്ലേ? ആം ഹോള്, നെക്ക് ലൈന്, ഹിപ്പ് കേർവ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഫ്രഞ്ച് കേർവ് എന്ന് പറയുന്നത്. ഇനി നോച്ചർ ആണെങ്കിൽ പാറ്റേണിൻ്റെ അരികിൽ നമ്മൾ ചെറിയ നോച്ചസ് വി ആകൃതിയിലുള്ളൊരു അടയാളം കൊടുക്കുന്നതിനാണ് നമ്മൾ നോച്ചർ ഉപയോഗിക്കുന്നത്. ഗ്രേഡിംഗ് റൂളർ എന്ന് പറയുന്നത് എന്താണ്? പാറ്റേണിൻ്റെ സൈസ് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ കുറയ്ക്കാൻ, ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ടാണ് ഗ്രേഡിംഗ് റൂളർ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 194 എന്ന് പറയുന്നത് സാറ്റിൻ സ്റ്റിച്ചിന് ഉപയോഗിക്കുന്ന എംബ്രോയ്ഡറി ഇതാണ്, അല്ലെങ്കിൽ സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിക്കുന്ന എംബ്രോയ്ഡറി വിഭാഗം ഏതാണ്? സാറ്റിൻ സ്റ്റിച്ച് ഏത് എംബ്രോയ്ഡറി വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ക്വസ്റ്റ്യൻ. ഫില്ലിംഗ് സ്റ്റിച്ചാണ് അല്ലേ? ഫില്ലിംഗ് സ്റ്റിച്ച് കാറ്റഗറിയിലാണ് നമ്മുടെ സാറ്റിൻ സ്റ്റിച്ച് വരുന്നത്. സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഫില്ലിംഗ് സ്റ്റിച്ചാണ്. അതായത് ഒരു ഡിസൈൻ്റെ ഉള്ളിലെ ഭാഗം നമ്മൾ മുഴുവനായും നൂല് കൊണ്ട് അടച്ച് തയ്ക്കുന്ന അല്ലെങ്കിൽ ഫില്ല് ചെയ്ത് തയ്ക്കുന്ന സ്റ്റിച്ചാണ് സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഈ സ്റ്റിച്ചിൻ്റെ നൂലുകൾ പരസ്പരം വളരെ അടുത്തടുത്തായിട്ട് തുന്നുന്നത് കൊണ്ട് തന്നെ ഡിസൈൻ ഭയങ്കര സോഫ്റ്റായിട്ട് ഇങ്ങനെ തിളക്കമുള്ളതായിട്ട് സാറ്റിൻ തുണിയുടെ ഒക്കെ മേൽഭാഗം പോലെ സോഫ്റ്റായിട്ടിരിക്കുന്ന ഒരു രൂപമാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെയാണ് ഇതിന് സാറ്റിൻ സ്റ്റിച്ച് എന്ന് നമ്മൾ പറയുന്നത്. സാറ്റിൻ സ്റ്റിച്ച് പ്രധാനമായിട്ടും പൂക്കളുടെ പെറ്റൽസ് ഫിനിഷ് ചെയ്യാനായിട്ട്, ഇലകൾ ഫിനിഷ് ചെയ്യാനായിട്ട്, ഈ ലെറ്റേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മോണോഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, മോണോഗ്രാംസ് കൊടുത്ത് അതൊക്കെ ഫില്ല് ചെയ്യാനായിട്ട്, കുഞ്ഞു കുഞ്ഞു മോട്ടീഫുകളുടെ ഉൾഭാഗം നിറയ്ക്കാനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഫ്ലാറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത് എന്താണ്? സാറ്റിൻ സ്റ്റിച്ച് ഒരു രൂപത്തിൽ ഫ്ലാറ്റായി കാണപ്പെടുമെങ്കിലും നമ്മൾ ഇതിനെ എന്താണ് ഫില്ലിംഗ് സ്റ്റിച്ച് ആയിട്ടാണ് പറയുന്നത്. ക്രോസ് സ്റ്റിച്ച് എക്സ് ആകൃതിയിലുള്ള സ്റ്റിച്ചാണ്. അടുത്ത ഓപ്ഷൻ ഒന്നുമല്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 195. ചെറിയ സൂചിയുടെ കണ്ണിലൂടെ അല്ലെങ്കിൽ ഐയിലൂടെ നൂൽ കടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? നേരത്തെ ഒരു ഓപ്ഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്താണ്? ചെറിയ സൂചിയുടെ കണ്ണിലൂടെ നൂല് കടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? നീഡിൽ ത്രെഡർ ആണ് അല്ലേ? നീഡിൽ ത്രെഡർ എന്ന് പറയുന്നത് സൂചിയുടെ ചെറിയ കണ്ണിലൂടെ നൂല് എളുപ്പത്തിൽ കടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, ഒരു തയ്യൽ ഉപകരണമാണ്. നമുക്ക് എന്താണ് ഇതിൽ ഒരു നേർത്ത തിന്നായിട്ടുള്ളൊരു വയർ ലൂപ്പ് ഉണ്ടാവും ഈ ഉപകരണത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത്. ഈ വയർ ലൂപ്പിൽ നമ്മൾ എന്താണ് ആദ്യം സൂചിയുടെ കണ്ണിലൂടെ കടത്തിയതിന് ശേഷം അതിൽ നൂല് കടത്തിയിട്ട് നമ്മൾ പുറകിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വയർ ലൂപ്പ് തിരികെ വലിച്ചെടുക്കുമ്പോൾ എന്തായിരിക്കും? നൂല് സൂചിയുടെ കണ്ണിലൂടെ ഈസി ആയിട്ട് പുറത്തേക്ക് വരും. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? തിമ്പിൾ എന്ന് പറയുന്നത് കൈത്തുന്നൽ ചെയ്യുമ്പോൾ വിരലിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഉപകരണമാണ്. പിൻകുഷൻ എന്ന് പറയുന്നത് പിൻസ് സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ഉപകരണമാണ്. ബോഡ്കിൻ എന്ന് പറയുന്ന ഇലാസ്റ്റിക് റിബൺ, ഡ്രോ സ്ട്രിങ് എന്നിവ നമ്മുടെ കേസിങ്ങിലൂടെ കടത്താൻ ഉപയോഗിക്കുന്നൊരു ഉപകരണമാണ്. ഈ ഓപ്ഷൻസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും ആ ഓപ്ഷൻസ് ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മറന്നു പോകാതിരിക്കും. ഇനി 196 മോഡേൺ ആർട്ടിൽ ഉപയോഗിക്കുന്ന മോട്ടീഫ് ഏതാണ്? മോഡേൺ ആർട്ടിൽ ഉപയോഗിക്കുന്ന മോട്ടീഫ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ജാമിതീയ മോട്ടീഫ്, അതായത് ജോമെട്രിക്കൽ മോട്ടീഫ്, നാച്ചുറൽ ആയിട്ടുള്ള മോട്ടീഫ്, സ്റ്റൈലൈസ്ഡ് മോട്ടീഫ്, അബ്സ്ട്രാക്ട് മോട്ടീഫ്. ഇതാണ് ഓപ്ഷൻസ്. ആൻസർ ഏതാണ്? അബ്സ്ട്രാക്ട് മോട്ടീഫാണ് നമ്മൾ മോഡേൺ ആർട്ടിൽ ഉപയോഗിക്കുന്ന മോട്ടീഫ് എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് മോട്ടീഫ് എന്ന് പറയുന്നത് പ്രകൃതിയിലുള്ള വസ്തുക്കളെയോ അല്ലെങ്കിൽ രൂപങ്ങളെയോ നമ്മൾ അതിൻ്റെ യഥാർത്ഥ രൂപം കാണിക്കാതെ അതിൻ്റെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് കലാകാരൻ്റെ ഭാവനയിൽ നമ്മൾ അതിനൊരു ക്രിയേറ്റ് ചെയ്ത രൂപം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ മാംഗോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാംഗോൻ്റെ ഷേപ്പ് എന്താണ്. പക്ഷെ നമ്മൾ മാംഗോ മോട്ടീഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാരിയിലും ഡിസൈനിലൊക്കെ കാണുമ്പോൾ മാങ്ങയുടെ ആ ജസ്റ്റ് രൂപം മാത്രം നമ്മൾ എടുത്തിട്ട് അതിനകത്ത് ആ ഒരു ഔട്ട്ലുക്ക് മാത്രമായിട്ട് ബാക്കി അതിനകത്ത് നമ്മൾ പല വേരിയേഷൻസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്നുണ്ട് അല്ലേ? അതുപോലെ യഥാർത്ഥ മാംഗോ അല്ലാതെ അതിനകത്ത് നമ്മൾ മോട്ടീഫിൻ്റെ, അതായത് ഡിസൈനറിൻ്റെ ഭാവനയിൽ നമ്മൾ പുതിയ ചേഞ്ചസ് വരുത്തി ഉണ്ടാക്കുന്ന ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഈ അബ്സ്ട്രാക്ട് മോട്ടീവ്സ് എന്ന് പറയുന്നത്. മാംഗോ മോട്ടീഫ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്.
ഇനി യഥാർത്ഥ രൂപത്തിൻ്റെ അതേ എക്സാക്ട് കോപ്പി ആയിരിക്കില്ല. അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് എന്ത് ഡിസൈൻ, എന്ത് ഓൾട്രേഷൻസ് വേണമെങ്കിലും നടത്തി നമ്മൾക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ആ ഒരു മാംഗോ മോട്ടീഫ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മോട്ടീഫിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതായത് പ്രകൃതിയിൽ നിന്ന് എങ്ങനെയാണോ എക്സാക്റ്റ് ആയിട്ട് കിട്ടുന്നത് അതുപോലെ അല്ലാതെ ആ ഒരു റെഫറൻസ് മാത്രം എടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ജിയോമെട്രിക്കൽ മോട്ടീഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജിയോമെട്രിക്കൽ ഷേപ്സ് എന്താണ്, സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, അങ്ങനെയുള്ള ഷേപ്സ്. അതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള നമുക്ക് അത് അങ്ങനെയാണ് ആ മോട്ടീഫ്, നമ്മൾ അതിനകത്തൊരു മാറ്റില്ല. സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം, സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, അങ്ങനെ. ഇനി നാച്ചുറൽ മോട്ടീഫ് എന്ന് പറയുമ്പോൾ യഥാർത്ഥമായിട്ട് നമ്മുടെ നാച്ചുറൽ നിന്ന് കിട്ടുന്ന പൂക്കൾ, ഇലകൾ, മൃഗങ്ങൾ, പക്ഷികൾ അത് അതേപടി ഉള്ളതിനെയാണ് നാച്ചുറൽ മോട്ടീഫ് എന്ന് പറയുന്നത്. ഇനി സ്റ്റൈലൈസ്ഡ് മോട്ടീഫ് എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ അല്ലെങ്കിൽ നമ്മൾ നാച്ചുറലായിട്ടുള്ള മോട്ടീഫിനെ നമ്മൾ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മളതൊരു ഡെക്കറേറ്റീവ് മോട്ടീഫ്, അതായത് സ്റ്റൈലൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ സ്കൂൾ ഉണ്ട് ഉമ്മർത്ത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഉണ്ട് ഉമ്മർത്ത്, അങ്ങനെയൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ പോലെ നമ്മൾക്ക് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ ഒരാളുടെ എക്സാക്ട് രൂപമായിരിക്കില്ല, അതിന് സിംപ്ലിഫൈ ചെയ്തിട്ടൊരു ചെറിയൊരു സിമ്പിൾ പോലെ നമുക്ക് കണ്ടാൽ അറിയാം അവിടെ അതൊരു മനുഷ്യൻ അല്ലെങ്കിൽ റോഡ് നടന്നു പോകണം അല്ലെങ്കിൽ നിൽക്കണം എന്നുള്ളൊരു പോസാണ് നമുക്കറിയാൻ പറ്റും. പക്ഷേ യഥാർത്ഥ രൂപത്തിൻ്റെ ഒരു സിംപ്ലിഫൈഡ് രൂപമായിരിക്കും. അതാണ് സ്റ്റൈലൈസ്ഡ് മോട്ടീഫായിട്ട് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 197. ഫൂൽക്കാരി ഇത് എന്താണ് അർത്ഥം? ഫൂൽക്കാരി എന്നുകൊണ്ട് എന്താണ് അർത്ഥം? പൂക്കളുടെ വർക്ക് അല്ലെങ്കിൽ ഫ്ലവർ വർക്ക് എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഫൂൽക്കാരി ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ പരമ്പരാഗത അല്ലെങ്കിൽ ട്രഡീഷണൽ എംബ്രോയിഡറികളിൽ ഒന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ പഞ്ചാബ് സ്റ്റേറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കലാരൂപമാണ് ഫൂൽക്കാരി എന്ന് പറയുന്നത്. ഫൂൽക്കാരി എന്ന വാക്ക് എന്താണ്? പൂവ്, കാരി എന്ന് പറയുന്നത് കരകൗശല ജോലി അല്ലെങ്കിൽ ആർട്ട് അല്ലെങ്കിൽ വർക്ക് എന്നാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഫുൽക്കാരി എംബ്രോയിഡറി പ്രത്യേകത എന്ന് പറയുന്നത് ഫുൽക്കാരി പൂക്കളെ അടിസ്ഥാനമാക്കിയുള്ള മനോഹരമായ ഡിസൈനുകളാണ് അതിനകത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല നിറങ്ങളുള്ള ഒരുപാട് നിറങ്ങൾ സംയോജിപ്പിച്ച് സിൽക്ക് നൂലുകൾ ഉപയോഗിച്ച് ചെയ്യുന്നൊരു എംബ്രോയിഡറിയാണ്. ദുപ്പട്ട, ഷോള്, സാരി, കുർത്തി മുതലായവയിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ത്രെഡ് വർക്ക് അല്ല, അല്ലെ, നൂല് വർക്കല്ല. ഇതൊരു ജനറലി നമ്മൾ പറയുന്നൊരു പേരാണ്. ലീഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഫുൽക്കാരിയുടെ ഡിസൈനിൽ ഇലകൾ ഉണ്ടാവാം, പക്ഷേ വാക്കിൻ്റെ അർത്ഥം അതല്ല. മിറർ വർക്ക് എന്ന് പറഞ്ഞത് ഗുജറാത്ത്, രാജസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിലുള്ള അബ്ല ഭാരത് മിറർ എംബ്രോയിഡറി വർക്കാണ് അത്. അടുത്ത ക്വസ്റ്റ്യൻ 198. കാന്ത എംബ്രോയിഡറി ആരംഭിച്ച സംസ്ഥാനം ഏത്? എവിടത്തെയാണ് കാന്ത എന്ന് പറയുന്നത്? വെസ്റ്റ് ബംഗാളിലെയാണ്. ബംഗാളിലെ കലാരൂപമാണ് ഇത്. കാന്ത എംബ്രോയിഡറി റണ്ണിങ് സ്റ്റിച്ചാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള സ്റ്റിച്ച് എന്ന് പറയുന്നത്. പഴയ സാരികളും ധോത്തികളും പോലുള്ള തുണികൾ പല ലെയറുകളായി ചേർത്ത് ഇതിൽ എംബ്രോയിഡറി ചെയ്യുന്നതാണ്. പൂക്കൾ, പക്ഷികൾ, മീനുകൾ, മരങ്ങൾ, ജോമെട്രിക്കൽ ഷേപ്സ് മുതലായവയൊക്കെ ഇതിനകത്ത് മോട്ടിഫായി വരുന്നുണ്ട്. പഴയ തുണികൾ മനോഹരമായ പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന ഒരു പരമ്പരാഗത കലാരൂപം, ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആർട്ട് വർക്കാണിത്. ബാക്കിയുള്ള ഓപ്ഷൻസ് പഞ്ചാബ്, ഗുജറാത്ത്, ആസാം. അല്ലേ, പഞ്ചാബിൽ നമുക്കറിയാം ഫുൽക്കാരിയാണ്. പിന്നെന്താണ്? ഗുജറാത്തിലെ അറിയാം കച്ച് എംബ്രോയിഡറി അല്ലെങ്കിൽ മിറർ വർക്ക് ഒക്കെയാണ് അവിടുത്തെ. ആസാമിൽ ഏതാണ്? ആസാം പട്ടിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്, അല്ലേ. മൂഗ സിൽക്ക്, എറി സിൽക്കിൻ്റെ ഒക്കെ നെയ്ത്തിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ആസാം എന്ന് പറയുന്നത്. 199 ക്വസ്റ്റ്യൻ. വൂളൻ വസ്ത്രങ്ങളിൽ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഏതാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാക്സ് ചോക്ക് എന്ന് പറയുന്നത് വൂളൻ ഫാബ്രിക്സ് പോലുള്ള കട്ടിയുള്ളതോ അല്ലെങ്കിൽ രോമങ്ങളുള്ളതോ ആയ തുണികളിൽ താൽക്കാലികമായിട്ട് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ചോക്കാണ് ഈ വാക്സ് ചോക്ക് എന്ന് പറയുന്നത്. വൂളൻ തുണിയിൽ നമ്മൾ നോർമൽ ചോക്ക് കൊണ്ട് വരച്ചാൽ അതിങ്ങനെ പൊടി പോലെ, അതിൻ്റെ ടെക്സ്ചർ അങ്ങനെ ആയതുകൊണ്ട് പൊടി പോലെ പോകും. അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് വ്യക്തമായി അടയാളം ലഭിക്കും. അതുപോലെ തന്നെ മാർക്കിങ് ടെമ്പററി ആണ്, നമുക്ക് പിന്നീട് അത് മായ്ച്ചു കളയാനായിട്ട് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? കളർ പെൻസിൽ തുണിയിൽ സാധാരണ നമ്മൾ അങ്ങനെ പറയുന്നതല്ല. മാർക്കിംഗ് ചോക്ക് സാധാരണ വോവൻ ഫാബ്രിക്കിൽ ഉപയോഗിക്കുന്നതാണ്, അല്ലാതെ വൂളൻ ഫാബ്രിക്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ട്രേസിംഗ് വീൽ എന്ന് പറയുന്നത് പാറ്റേൺ മാർക്കിങ്സ് കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് തുണിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാൻ ഉപയോഗിക്കുന്നൊരു ഉപകരണമാണ്.
ഇനി 200ാമത്തെ ക്വസ്റ്റ്യൻ. ബട്ടൺ ഹോൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏത്? നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ബട്ടൺ ഹോൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണ്? ബട്ടൺ ഹോൾ സ്റ്റിച്ച്. ബട്ടൺ ഹോൾ സ്റ്റിച്ച് നമുക്ക് എന്താണ്, ഇങ്ങനെ എഡ്ജസ്, ഫാബ്രിക്കിൻ്റെ എഡ്ജസ് ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചാണ് അല്ലേ. ശക്തിപ്പെടുത്തുന്ന, നൂല് പൊളിഞ്ഞു പോകാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം സ്റ്റിച്ചാണ്. അപ്പോൾ ബട്ടൺ ഇടുന്ന ദ്വാരം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ എഡ്ജസ് തുണി ഫ്രെയിങ് ആവാതിരിക്കാൻ, അത് നീറ്റ് ഫിനിഷിങ് ആവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന, അരികിലൂടെ ചെയ്യുന്ന സ്റ്റിച്ചാണ് ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ബട്ടൺ ഹോൾ കൂടുതലായിട്ട് ശക്തിയും അതുപോലെ തന്നെ ഡ്യൂറബിൾ ആയിട്ടും ഇരിക്കാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ അവിടെ ഒരു പ്രൊഫഷണൽ ലുക്ക് കൊടുക്കാനായിട്ട് സഹായിക്കും. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഹാൻഡ് സ്റ്റിച്ചാണ്. ബട്ടൺ ഹോൾ നിർമ്മിക്കുന്നില്ല. ബാക്ക് സ്റ്റിച്ച് അതുപോലെ തന്നെ എന്താണ്, ശക്തമായ സീം തുന്നാനൊക്കെ ഉപയോഗിക്കുന്നൊരു സ്റ്റിച്ചാണ്. എംബ്രോയ്ഡറിക്കൊക്കെ ഉപയോഗിക്കുന്നൊരു സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് പർപ്പസിനും ഔട്ട്ലൈൻ അതുപോലെയുള്ള ഡിസൈൻസിനും ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ്, അല്ലാതെ ബട്ടൺ ഹോൾ നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് അല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 25 ക്വസ്റ്റ്യൻസ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 200 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് 8ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇനിയും നമ്മളുടെ ഈ 1000 ക്വസ്റ്റ്യൻസിൻ്റെ PDF വാങ്ങിയിട്ടില്ലാത്തവർക്ക്, ആവശ്യമായിട്ടുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ കോൺടാക്ട് നമ്പർ അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.